Guys, welcome to Shanks Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ Renault KWID എങ്ങനെ നമുക്ക് എ സിയുടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എ സിയുടെ നമുക്ക് ബ്ലോ കുറവാണ്, നമുക്ക് നല്ല എയർ ഫ്ലോ ഒന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് പൊതുവേ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബിൻ ഫിൽറ്റർ അല്ലെങ്കിൽ എ സി ഫിൽറ്റർ ബ്ലോക്ക് ആയിരിക്കണതിൻ്റെ ആയിരിക്കണം. അത് നമ്മൾ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക. എവറി മെയിൻ്റനൻസ് വരുമ്പോഴത്തേക്ക് എവറി 1 ഇയർ ആണ് Renault KWID മെയിൻ്റനൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എവറി 1 ഇയർ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയ ഭയങ്കര ഡസ്റ്റും ഇതുമൊക്കെ പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊക്കെ ഏരിയാസ് ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫിൽറ്റർ ചെക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ എവിടെ ഇരിക്കണമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബിൻ ഫിൽറ്റർ KWID ക്യാബിൻ ഫിൽറ്റർ ഇരിക്കുന്ന ഡ്രൈവർ സൈഡിൽ, ഓക്കെ, ഡ്രൈവർ സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് ഫുട്ട് വയ്ക്കുന്ന ഏരിയയിലാണ്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഫിൽറ്റർ സൈഡ് വരുന്നത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ലോക്കുണ്ട്, ഇത്തിരി ടൈറ്റായിട്ട് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഫിൽറ്റർ വരുന്നത്. പിന്നെ നടുക്ക് ഇതേപോലത്തെ ഫിൽറ്റർ വലിച്ചെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അത് പോയേക്കാണ്, പഴയ ഫിൽറ്റർ ആയത് തന്നെ കീറിപ്പോയി. കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വലിച്ചെടുക്കാം. ഓക്കെ, ആ ഏരിയയിൽ നിന്ന് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എയർ ഫ്ലോ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യണത് സൈഡിലേക്കാണ്. ഇതാണ് നമ്മുടെ Renaultൻ്റെ ക്യാബിൻ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വെഹിക്കിളിൽ വന്നേക്കുന്ന ഫിൽറ്റർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം ഡസ്റ്റ് ഉണ്ടെന്ന് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പുതിയൊരു ഫിൽറ്റർ മേടിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ബൂട്ട്മോ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടി ഒരു പുതിയ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സിപ്പിൻ്റെ ഫിൽറ്ററാണ്, ഏകദേശം ഒരു 200-300 ആണ് വരുന്നതിന്. ഓക്കെ, ഇത് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫിൽറ്റർ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് എയർ ഫ്ലോ ഡയറക്ഷനുണ്ട്. ഓക്കെ, നിങ്ങൾ ആ എയർ ഫ്ലോ ഡയറക്ഷൻ വരിക യൂഷ്വലി ഈ ടോപ്പ് ടു ബോട്ടം ഇങ്ങനത്തെ ഉള്ള രീതിയിൽ തന്നെ നമ്മൾ മൗണ്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇത് മൗണ്ട് ചെയ്യാം. നമ്മുടെ നേരത്തെ എടുത്ത ഫിൽറ്ററിലെ ഏരിയയിലേക്ക് ഇത് മൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ക്വിഡിന് കമ്പാറ്റബിളായ ഫിൽറ്ററാണ്. നിങ്ങൾ വെഹിക്കിളും നിങ്ങളുടെ മാനുഫാക്ചറിങ് ഡേറ്റും മോഡൽ നമ്പറും എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കമ്പാറ്റബിൾ മോഡൽസ് കിട്ടും. ഇതിപ്പോൾ ക്യാബിൻ ഫിൽറ്റർ എ സി ഫിൽറ്ററിൻ്റെയാണ്. ഓക്കെ, ഇനി നമുക്ക് മൗണ്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്കാണ് വരുന്നത് നമ്മുടെ എയർ ഫ്ലോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആരോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിങ് ടുവേർഡ്സ് ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ മൗണ്ട് ചെയ്യണം. ഇത് ഇങ്ങനെ മൗണ്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൗണ്ടിങ് വരുള്ളൂ. ഓക്കെ, ആ ആരോ ബേസിൽ തന്നെ നിങ്ങൾ എപ്പോഴും മൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആരോ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ആ നേരത്തെ നമ്മൾ പഴയ ഫിൽറ്റർ റിമൂവ് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ എയർ ഫിൽറ്റർ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അകത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്ലേസിലേക്ക് വരും. ഓക്കെ, ആ പ്ലേസിലേക്ക് വന്നതിന് ശേഷം മാക്സിമം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, നടുക്കത്തെ സെക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം പുള്ളി ചെയ്തെടുക്കണമെങ്കിൽ പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കവർ നോക്കുക. ഓക്കെ, ആ ഫിൽറ്ററിൻ്റെ ക്ലോസ് ചെയ്യുന്ന കവറിൻ്റെ ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് നമുക്ക് ഒരു ലാച്ച് പോലത്തെ ഒരു സാധനമുണ്ട്. ഓക്കെ, ലോക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആദ്യം പ്രസ് ചെയ്തിട്ട് ടോപ്പിലേക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് താഴത്തെ ഏരിയയിൽ നമ്മൾ അമർത്തുമ്പോഴത്തേക്ക് ആ ലോക്ക് കറക്റ്റായിട്ട് വീഴും. ഓക്കെ, കണ്ടോ, ലോക്ക് വീണിട്ടുണ്ട്, ടൈറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെഹിക്കിളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ എന്നിലേക്ക് ഇടുകയാണ്. ഇത് ഓട്ടോമാറ്റിക് വേർഷനാണ്, MT വേർഷനാണ് ക്വിഡിൻ്റെ. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. AC ലെവൽ 2 ആണ്. ഇപ്പോൾ മാക്സിമത്തിലേക്ക് നമ്മൾ ഇട്ടേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും, നല്ല എയർ ഫ്ലോ ഉണ്ട്. നേരത്തെ ഇത്ര എയർ ഫ്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്കേജ് കംപ്ലീറ്റ് ഈ പഴയ ഫിൽറ്ററിൻ്റെ ആയിരുന്നു. കണ്ടോ, ഇത് ഏകദേശം ഒരുവിധം നല്ല രീതിയിൽ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല എയർ ഫ്ലോ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഞാൻ
ഇത് കുറച്ചിടട്ടെ നമ്മുടെ എയർ ഫ്ലോ കുറച്ചിടട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ റിനോൾട്ട് ക്വിഡിൻ്റെ നമ്മൾ AC ഫിൽറ്റർ അല്ലെങ്കിൽ ക്യാബിൻ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയ്ക്ക് ഈസിയാണ്, നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാനല്ലേ ഉള്ളൂ. നിങ്ങളുടെ കുറച്ച് പൊല്യൂഷനൊക്കെ ഉള്ള ഏരിയാസിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ചേഞ്ച് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ACയുടെ എയർ ഫ്ലോ കൂളിങ്ങും ഒക്കെ അഫക്റ്റ് ആവും. ഓക്കെ, മെയിനായിട്ട് എയർ ഫ്ലോ ആണ് ബ്ലോക്ക് ആവുന്നത്, കാരണം ഇത് കംപ്ലീറ്റ് ഡസ്റ്റ് പിടിച്ചിരിക്കണ കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.